ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. പമ്പ വാലി, നിങ്ങൾ ഇവിടെ വരുന്ന ഓരോ ആൾക്കാരും മനസ്സിലാക്കുക, പമ്പ വാലി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഓരോ വർഷവും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ കൂടിക്കൂടിയാണ് വരുന്നത്. അതുപോലെ തന്നെ അപകടങ്ങളും വളരെയേറെ കൂടുന്നുണ്ട്. ഈയിടെയായിട്ട് കുറേയൊക്കെ കുറവുണ്ട്. എന്നാലും വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വളരെ സങ്കടമുള്ള കാര്യമാണ്. നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ബാരിക്കേഡ്സ്, നിങ്ങൾ സ്പീഡ് വരരുത്. ഈ എല്ലാ സ്ഥലങ്ങളും നമ്മൾ പമ്പയിലോട്ട് കയറുന്ന വഴികളിൽ എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ ബാരിക്കേഡ്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മറുഭാഗം എന്താണെന്ന് നിങ്ങൾ ആരും കണ്ടിട്ടില്ല. വളരെ താഴ്ചയുള്ള ഭാഗമാണ്. അവിടെ പാറക്കെട്ടുകളൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്കും നമ്മൾക്കും ആർക്കും അറിയത്തില്ല ഏത് ബാരിക്കേഡിൻ്റെ ഉള്ളിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്നുള്ളത്. ഇപ്പോഴും പമ്പയിലേക്ക് ഒത്തിരി വണ്ടികൾ കയറി പോകുന്നുണ്ട്. ഇതാണ് ബാരിക്കേഡ്. ഈ ബാരിക്കേഡിന് അപ്പുറം ഇത് വളരെ ചെറിയൊരു പ്ലേസാണ്. ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ഇത് കണ്ടോ, പാറകളാണ്. ആ കെട്ടി വെച്ചിരിക്കുന്നത് ഒരു പാറയാണ്. അതിനപ്പുറവും എല്ലാം പാറകളാണ്. അപ്പം നമ്മൾ ഒരു ബാരിക്കേഡ് കടന്നു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കുഴിയാണ്. ഇത് ജനവാസ മേഖല ആയതുകൊണ്ടാണ് ഇതിനധികം ഡെപ്ത് ഇല്ലാത്തത്. ഡെപ്തുള്ള ഭാഗങ്ങൾ കാട്ടിത്തരാം. ഇതൊരു ബാരിക്കേഡാണ്. നമ്മുടെ ഗവൺമെൻറ്റിന് ബാരിക്കേഡ് വെക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര ഡെപ്താണെന്ന്. പാറക്കെട്ടുകളാണ്. ഇതെനിക്ക് അധികം താഴോട്ട് കാണാൻ പറ്റുന്നില്ല. അടിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പാറയാണ്. നമ്മൾ ഈ ബാരിക്കേഡ് തട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒരു പോസ്റ്റ് മറിഞ്ഞ് കിടപ്പുണ്ട്. പണ്ടെന്തോ നടന്നൊരിതാണ്. നമ്മളിങ്ങനെ വണ്ടികൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്യുമ്പോഴാണ് ഈ അപകടങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഓവർടേക്ക് ചെയ്യാതെ സമാധാനമായിട്ട് പോയാൽ എല്ലാവർക്കും ശബരിമലയിൽ പോയി അയ്യപ്പനെ കണ്ട് നിർവൃതിയോടെ തിരിച്ചവരുടെ വീടുകളിൽ സുരക്ഷിതമായിട്ടെത്താം. ബാരിക്കേഡുകൾ നമ്മൾ രാത്രിയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെയാണ് ആ ഡ്രൈവേഴ്സ് എത്ര ദൂരം അവർ ഡ്രൈവ് ചെയ്ത് വരുന്നതെന്നറിയോ? കർണാടക, ആന്ധ്ര, തമിഴ്നാട് അവിടെ നിന്നെല്ലാം വരുമ്പോൾ അവിടുത്തെ റോഡുകളൊക്കെ വളരെ നല്ല റോഡുകളാണ്. പക്ഷേ എരുമേലി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെപ്പോഴും ഒരു അപകടം മനസ്സിൽ കണ്ട് കയറി വരുന്നതാണ് എല്ലാവർക്കും നല്ലത്. നമ്മുടെ ജീവൻ നമ്മൾ നോക്കണ്ടേ? അപ്പം അങ്ങനെ ഓരോ വളവിലും ചെറിയ അപകടങ്ങളുണ്ടെന്ന് മനസ്സിൽ കരുതി ഓരോ ഭക്തജനങ്ങളും വണ്ടി ഓടിച്ച് വരുവാണെങ്കിൽ എല്ലാവരും സുരക്ഷിതരായിട്ട് ശബരിമലയിൽ പോയി അയ്യപ്പനെ കണ്ട് അവർക്ക് സുരക്ഷിതമായിട്ട് തിരിച്ച് വീട്ടിലെത്താം. വീട്ടിലിരിക്കുന്നവരുടെ ടെൻഷൻ നമുക്കെല്ലാം അറിയത്തുള്ളൂ. എനിക്കും ശബരിമല സമയത്ത് റോഡിലിറങ്ങുമ്പോൾ വളരെ പേടിയാണ്. എന്ന് വെച്ചാൽ ദൂരദേശത്തിലുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ വളവുകൾ അറിയാതെ അവർ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കും. ഇവിടുത്തെ ഓരോ വളവും അടുത്ത വളവിൽ വണ്ടി വരുന്നത് നമുക്കറിയാൻ പറ്റില്ല. കുന്നും മലകളും ഒക്കെയാണ്. എല്ലാ വളവുകളും ഹിഡനാണ്. അത് ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത് വരുന്നതും എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആയിട്ടുള്ള ആൾക്കാർക്കായാലും ഒരു നിമിഷം പാളിപ്പോയാൽ എത്ര ജീവനാണ് പൊലിയുന്നതും. അങ്ങനെ ഒന്നും ഉണ്ടാവാതെ എല്ലാവരും സുരക്ഷിതരായിട്ട് വന്ന് പ്രാർത്ഥിച്ച് സന്തോഷമായിട്ട് എല്ലാവരും മടങ്ങിപ്പോവാൻ പ്രാർത്ഥിക്കുന്നു. ടേക്ക് കെയർ.